കാസർഗോഡ് പള്ളിക്കരയിൽ 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളെന്ന് കരുതുന്ന പ്രതി ഉൾപ്പെടെയുള്ള 2 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ പത്തനംതിട്ടയിലും ഇത് 13 വയസ്സുകാരി പീഡനത്തിനിരയായ ഒരു സംഭവമാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അല്പസമയം മുമ്പ് ശശിനാരായണൻ വിശദീകരിച്ചത്. ഇവിടെ 17 വയസ്സ്, അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് പീഡനത്തിനിരയായിരിക്കുന്നത്. എന്താണ് പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകുന്നത്? നവമി, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നേരെ വരുന്നതെന്നത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെയാണ് ഈ സംഭവം നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഭിന്നശേഷിക്കാരിയായ 17 വയസ്സുകാരിയാണ് ഇങ്ങനെ 1 വർഷത്തോളം നിരന്തരം പീഡനത്തിന് ഇരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ 2 ഓട്ടോ ഡ്രൈവർമാർ, അതായത് നൌഷാദും മറ്റൊരാളും, ഇങ്ങനെ 2 ഓട്ടോ ഡ്രൈവർമാരാണ്. അതോടൊപ്പം സാലിക് എന്ന് പറയുന്ന പച്ചക്കറി കടയിലെ ഒരു ജീവനക്കാരനും, ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ 3 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സമയം ഈ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സമീപിച്ച് പ്രവേശിച്ചോളാണ് ഇങ്ങനെ ഒരു പീഡനം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. അത് മറ്റ് വിശദാംശങ്ങൾ ഇതിൽ പുറത്തു വരാനുണ്ട്. ഇതിൽ നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഇനി 2 പേരെ കൂടി ഇതിൽ പിടികൂടാനുണ്ട്. കൂടുതൽ ഇത്തരത്തിൽ ആളുകൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിശദമായ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഈ വസ്തുത പുറത്തു വരുന്നത്. ഈ കുട്ടി പറയുന്നത് പ്രകാരം നിരന്തരം ഈ കുട്ടിയെ ഈ ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കാം ഈ കുട്ടി കൂടുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഏതായാലും ഈ കുട്ടി ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലൂടെ ഈ മാനസിക വെല്ലുവിളി തരണം ചെയ്തിട്ടുണ്ട്, സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഇങ്ങനൊരു നിരന്തര പീഡനം നടന്നതിന്റെ ഒരു ആഘാതം ഈ കുട്ടിക്കുണ്ട് എന്നും പറയുന്നുണ്ട്. 2 ഓട്ടോ ഡ്രൈവർമാരാണ്. നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതരെന്ന ചോദ്യം കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ചോദിക്കുന്നു. പക്ഷേ ഇതിൽ സാമൂഹ്യ നീതി വകുപ്പോ അത്തരം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. കാരണം നിരന്തരം നമ്മൾ കേൾക്കുന്നത് ഇത്തരം വാർത്തകളാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. സ്കൂളുകളിലും കുട്ടികൾ സുരക്ഷിതരല്ല, സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്ന് പറയേണ്ടി വരും. ചില കേസുകൾ പരിശോധിച്ചാൽ സ്വന്തം അമ്മ, പെറ്റമ്മ തന്നെ ഇതിൽ കൂട്ടുനിൽക്കുന്ന സംഭവങ്ങളും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം വാർത്തകൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നും അത്തരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്ത് നടപടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് ഉൾപ്പെടെ ചെയ്യുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ കൃത്യമായ നേരത്തെ പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സംഭവത്തിലും നമ്മൾക്ക് ഒരു അസുഖം ബാധിച്ച ഒരു കുട്ടി, ആ കുട്ടിയെ ഇങ്ങനെ നിരന്തരം ലൈംഗിക പീഡനത്തിനിരയാക്കുക. ഏതായാലും ജില്ലാ ആശുപത്രിയിലെ പരിശോധനയിൽ ഈ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ 5 FIR ആണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. അതായത് വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഈ ഒരു പീഡനം നടന്നത്, അല്ലാതെ ഒരു കൂട്ട പീഡനം എന്ന രീതിയിലല്ല. 5 വ്യത്യസ്ത പീഡനം, അങ്ങനെ 5 പോക്സോ കേസുകളിൽ 5 പ്രതികൾ, നിലവിൽ പ്രാഥമികമായി അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിച്ചിട്ടുള്ളത്. അതിൽ 3 പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അതിൽ ഓർക്കണം, ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടി ഉൾപ്പെടും. കാരണം ഈ കുട്ടിയെ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിട്ടപ്പോൾ ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്ന ആളുകൾ, അവർ തന്നെ ഇങ്ങനെ ഈ ഒരു പീഡനത്തിന് ഇരയാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഇതിൽ പുറത്തു വരുന്നത്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി കൂടി ഈ കേസിൽ പ്രതിയാകുന്നു എന്നതാണ്. മറ്റ് കേസുകൾ പരിശോധിച്ചാലും ഇത്തരം സംഭവങ്ങൾ നമുക്ക് ധാരാളമായി കാണാം. എന്തായാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഉറങ്ങിക്കൊടുന്ന കുട്ടിയെ, 10 വയസ്സുകാരിയെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ആ കേസിൽ ആ പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷ ഏതായാലും നൽകി. അങ്ങനെ വളരെ വേഗം ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നിയമം വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ശിക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതിനിയും ഉണ്ടായിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറണം. അപ്പോഴാണ് ഇതിലൊരു കുറവ് വരിക, അല്ലെങ്കിൽ ഒരു ഭയം തോന്നുക. ഇത്തരം കേസുകളിലാകപ്പെട്ടാൽ പലപ്പോഴും ഈ കേസുകളൊക്കെ നീണ്ടു പോവുകയും പിന്നീട് വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിൽ തന്നെ ഇതേ പ്രതികൾ ഏർപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. അതോടൊപ്പം രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ ഇതിലുണ്ടാകണം. കാരണം കുട്ടികൾ പലപ്പോഴും
ഭയം കാരണം ഇത് പറയാറില്ല. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൗൺസിലിങ്ങിലൂടെയാണ് ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കളൊക്കെ പുറത്തു വരാറുള്ളത്. വളരെ ചെറിയ കേസുകൾ മാത്രമാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതും. പലപ്പോഴും കുട്ടികൾ മനസ്സിലൊതുക്കി ഇത്തരത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അത് ഈ കഴിഞ്ഞ കാലം റിപ്പോർട്ട് ചെയ്ത പല കേസുകൾ പരിശോധിച്ചാലും കാണാം, 1 വർഷവും 2 വർഷവും നിരന്തരം ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യം. അത് 10 വയസ്സുള്ള കുട്ടിയെ പോലും ഇങ്ങനെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെ കണ്ടുവരും. ഏതായാലും ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാകും. നിലവിൽ 5 പേരാണ് ഇപ്പോൾ പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 പേരാണ് പ്രതികൾ. അതിൽ 3 പേർ അറസ്റ്റായിരിക്കുന്നു, 2 പേരെ ഒളിവിലാണ്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ അത് മുതലെടുത്താണ്, അത് ചൂഷണം ചെയ്താണ് ലൈംഗിക പീഡനത്തിൽ ഉൾപ്പെടെ ഈ ഇങ്ങനെ ഇരയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ഭിന്ന ശേഷിക്കാരിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് ഓർക്കണം. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി, അതോടൊപ്പം സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾക്കുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ കൗൺസിലിംഗും, അത് കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് പല കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും എങ്കിലും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഇനിയും കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഈ കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതികൾക്ക് തക്കതായ ശിക്ഷ വളരെ വേഗത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പോക്സോ കേസുകളിലൊക്കെ വളരെ വേഗത്തിലാണ് ശിക്ഷ വരുന്നതെങ്കിലും കുറച്ചുകൂടി ഒരുപക്ഷെ 5 മാസം 6 മാസത്തിനകം തന്നെ ഇതിൽ വലിയ ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മാത്രമേ ഇതിന് ഒരു കുറവ് വരും എന്നതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ജാഗ്രത ഉണ്ടാകണമെന്ന ഒരു സന്ദേശം കൂടി ഇതിൽ നിന്നും നൽകുന്നുണ്ട്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഈ കുട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു സ്വഭാവ വ്യത്യാസം അത് അപ്പോൾ തന്നെ അറിയിക്കുക, അത് അവരെ അപ്പോൾ തന്നെ കൗൺസിലിംഗിന് വിധേയമാക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വലിയ കടന്നുകയറ്റവും കുട്ടികൾ അതിലുള്ള അഡിക്ഷനും അതെല്ലാം മുതലെടുപ്പ് നടത്തുന്ന സംഘങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഒരാളല്ല, കൂടുതൽ ആളുകളിലേക്ക് കുട്ടികളെ ചൂഷണം ചെയ്യിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് ഇപ്പോൾ ഒരു കേസുണ്ട്. ആ കേസിൽ പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. സ്നേഹ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ 3 പോക്സോ കേസുകളിൽ ജയിലിലായ ഒരു ആളാണ്. ആ കേസിൽ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടിയിട്ടില്ല. സ്നേഹ മറിയ എവിടെയെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് 20 ദിവസത്തോളമായി. ഇങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില കേസുകളിലൊക്കെ ഇതിൽ ഒരു വീഴ്ച കാണുന്നുണ്ട്. അത്തരം വീഴ്ചയില്ലാതെ കൃത്യമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അവിടെയും ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രലോഭനം, അതായത് മൊബൈൽ ഉൾപ്പെടെ നൽകി നിരന്തരം പീഡിപ്പിക്കുന്ന സാഹചര്യമായത് സ്നേഹ മറിയ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണ്. ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയ 3 പോക്സോ കേസുകളിലെ പ്രതിയാണ്. കാര്യം കൂടി തന്നെയാണ്, നമ്മുടെ കുട്ടികൾ എവിടെയാണ് സുരക്ഷിതരാകുന്നത് എന്നൊരു ചോദ്യം ഏറെ പ്രസക്തമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ സ്കൂളിലായിക്കോട്ടെ അധ്യാപകർ, പൊതുസമൂഹം എല്ലാവരും തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു കാര്യം കൂടി ബൈജു, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികൾ അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയാണ്? മുൻപ് ഇത്തരത്തിലുള്ള കേസുകൾ അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ടല്ലോ, അയാൾ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നതും? നവമി, 2 പേർ ഓട്ടോ ഡ്രൈവറാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഇത്തരത്തിൽ ഈ കുട്ടിയെ ചികിത്സക്കായി കൊണ്ടുപോയ ഡ്രൈവർമാരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അത് മുതലെടുത്ത് ഈ കുട്ടിയെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പല സംഭവങ്ങളും ഇനി പുറത്തു വരാറുണ്ട്. കാരണം ഇതൊരു പോക്സോ കേസുകളാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ പരിമിതികളുണ്ട്. പോക്സോ കേസുകളിൽ നമുക്കറിയാം ഈ കുട്ടിയുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു വരരുത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളോ ഒന്നും അല്ലാതുകൊണ്ടാണ് കൃത്യമായി ഇവരുടെ പേരുകൾ പുറത്തു പറയാൻ സാധിക്കുന്നത്. അതല്ലാതെ പക്ഷം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പീഡനം ഉണ്ടാകുമ്പോൾ, അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് തന്നെ സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ അതൊന്നും പുറത്ത് പറയാൻ കഴിയാത്ത സാഹചര്യം പോക്സോ കേസുകളിൽ കൃത്യമായ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഇത് ഇത്തരത്തിൽ ഈ പരിചയം നടിച്ച് അല്ലെങ്കിൽ സഹായിക്കാൻ എന്നെത്തിയ വ്യാജേനയാണ് ഇങ്ങനെ ഒരു പീഡനം നടത്തിയത്. ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയും ഈ 1 വർഷമായി, അതായത് 16 വയസ്സ്
വയസ്സ്, ഈ കുട്ടിക്ക് 16 വയസ്സ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ മാനസിക വെല്ലുവിളിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത്. ആ ചികിത്സക്കായി ഈ കുട്ടി ഇങ്ങനെ പോകുന്ന സാഹചര്യവും അങ്ങനെയാണ് ഈ ആൺകുട്ടിയും ഇവരെ പരിചയപ്പെടുന്നതും ഇങ്ങനെ പീഡനത്തിനിരയാക്കെന്നാണ് പറയുന്നത്. ഏതായാലും അവരെ രണ്ടുപേരെയും ഇനി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ഇതിൽ ഒരു വ്യക്തത വരൂ. അതായത് ഈ കുട്ടിക്ക് 3 പേരെ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പേരെയും നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അവരുടെ കൃത്യമായ വിവരങ്ങൾ കുട്ടി മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇനി അറസ്റ്റിലാവാനുള്ള 2 പേരെ കണ്ടാൽ അറിയാം കുട്ടിക്ക് എന്നാണ് പറയുന്നത്. അതല്ലാതെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 5 ആളുകളും വ്യത്യസ്ത സ്ഥലങ്ങളിലും വ്യത്യസ്ത സംഭവങ്ങളിലുമായാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. അതല്ലാതെ ഇവർ 5 പേരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംഘമല്ല. വ്യത്യസ്ത അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ 5 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഇത് ആര് എന്ന് അറിയില്ല. പക്ഷെ പോലീസിന് ഏതാണ്ട് സൂചന കിട്ടിയിട്ടുണ്ട്. ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പേർ ആരാണെന്ന് പരിചയം ഇല്ല. പക്ഷേ കണ്ടാൽ അറിയാമെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയുള്ളത്. ഏതായാലും പെൺകുട്ടി ഇപ്പോൾ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് ചികിത്സയിലൂടെ ഇപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് ചൈൽഡ് ലൈൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പേർ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ചൈൽഡ് ലൈൻ പറഞ്ഞത്. കാസർഗോഡാണ് 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പേരെ പിടിയിലായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.